ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ആദം വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ റെവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് പറഞ്ഞിട്ട് നമ്മൾ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വരെ പറഞ്ഞു നിർത്തിയായിരുന്നു. അതിൻ്റെ അർത്ഥസഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ 2 പ്രാവശ്യം വീതം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആവുക. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഇന്ന് ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. വീഡിയോയ്ക്ക് വലിയ ലെങ്ത് കാണില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടവർ എൻ്റെ വീഡിയോ കാണുക. പിന്നെ ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്നവർക്കാണ് ഈ വീഡിയോ കുറച്ചും കൂടി ഉപകരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവരും ബാക്കിയുള്ളവർക്ക് ഉപകരിക്കും. കമ്പ്യൂട്ടർ സയൻസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്ന കേസുള്ളൂ. പക്ഷേ എന്നാലും അങ്ങനെ അർത്ഥം സഹിതം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗായ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗായ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ജനറേഷൻ ഓഫ് computers. The first generation computers were built using vacuum tubes. This generation implemented the stored program concept. A vacuum tube is device controlling electric current through a vacuum sealed container. The cylinder-shaped container is made of thin transparent glass. The input was based on punched cards and paper tapes, and output was displayed on printouts. The first generation purpose programmable electronic computer, the electronic numerical integrator and calculator, ENIAC, belonged to this generation. ENIAC was built by Joe Prosper Eckert and John V. Muckley. The ENIAC was 13 to 15 feet long, weighed 13 tons, containing 80,000 vacuum tubes, 70,000 resistors and 10,000 capacitors, and required 150,000 watts of electricity. First generation of computers were too bulky in size, required a large room for the installation, and used to emit large amount of heat. Consequently, air conditioner was must for the proper working of computers. Before ENIAC was completed, von Neumann designed electronic discrete variable automatic computer, EDVAC, with memory to hold both stored program as well as data. Eckert and Muckley later developed the first commercially successful computer, the Universal Automatic Computer, UNIVAC, in 1952. എന്ന് പറഞ്ഞാൽ ഗായ്സ്, ഒന്നാം തലമുറ കമ്പ്യൂട്ടർ എന്നാണ് ഗൈസ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ നിർമ്മിച്ചത് വാക്യൂം ട്യൂബുകൾ ഉപയോഗിച്ചായിരുന്നു. ഈ തലമുറയിലെ സ്റ്റോർഡ് പ്രോഗ്രാം എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത് ഒരു അടച്ച ട്യൂബിലെ ശൂന്യതയിലൂടെ വൈദ്യുതി നിയന്ത്രിക്കുന്ന ഉപകരണമാണ് വാക്യൂം ട്യൂബ്. ഈ സിലിണ്ടർ ആകൃതിയിലുള്ള ട്യൂബ് സുതാര്യമായ ഗ്ലാസ് കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഇവിടെ ഇൻപുട്ട് നടത്തിയിരുന്നത് പഞ്ചഡ് കാർഡും പേപ്പർ ടേപ്പും ഉപയോഗിച്ചായിരുന്നു. കൂടാതെ ഔട്ട്പുട്ട് പ്രിൻ്റ് നൽകിയിരുന്നു. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറായ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ENIAC ഈ തലമുറയിലാണ് ഉൾപ്പെടുന്നത്. ENIAC നിർമ്മിച്ചത് ജെ പ്രോസ്പർ ഇക്കോട്ടും ജോൺ വി മഷ്ലിയും ചേർന്നാണ്. ഈ യന്ത്രത്തിന് 30-50 ഫീറ്റ് ഉയരവും 30 ടൺ ഭാരവും ഉണ്ടായിരുന്നു. 30 ടൺ ഭാരവും ഉണ്ടായിരുന്നു. 18,000 വാക്യൂം ട്യൂബുകളും 70,000 രജിസ്റ്ററുകളും 10,000 കപ്പാസിറ്ററുകളും ഈ യന്ത്രത്തിൽ ഉപയോഗിച്ചിരുന്നു. 1,50,000 വാട്ട് വൈദ്യുതി ഈ യന്ത്രം ഉപയോഗിച്ചിരുന്നു. ആദ്യ തലമുറയിലെ കമ്പ്യൂട്ടർ വളരെ വലിപ്പമുള്ളവയായിരുന്നു. ഇവ സ്ഥാപിക്കാൻ വലിയ മുറികൾ ആവശ്യമായിരുന്നു. ഉയർന്ന താപം പുറത്തുവിടുന്നത് കാരണം എയർ കണ്ടീഷൻ ഇതിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിരുന്നു.
ENIAC നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വോൺ ന്യൂമൺ എന്ന ശാസ്ത്രജ്ഞൻ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ EDVAC എന്ന മറ്റൊരു യന്ത്രം നിർമ്മിച്ചു. ഈ യന്ത്രത്തിൻ്റെ ഡാറ്റയും പ്രോഗ്രാമും ശേഖരിച്ചു വയ്ക്കുവാനുള്ള മെമ്മറി ഉണ്ടായിരുന്നു. പിന്നീട് 1952 ഇക്കോട്ടും മോഷ്ലിയും ചേർന്ന് നിർമ്മിച്ച യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ UNIVAC കമ്പ്യൂട്ടർ ചരിത്രത്തിലെ ഒരു വ്യാവസായിക വിജയമായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. The first generation computers were built using vacuum tubes. This generation implemented the stored program concept. A vacuum tube is device controlling electric current through vacuum in sealed container. The cylinder-shaped container is made of thin transparent glass. The input was based on punched cards and paper tapes, and output was displayed on printouts. The first generation purpose programmable electronic computer, the electronic numerical integrator and calculator ENIAC, belonged to this generation. ENIAC was built by J. Prosper Eckert and John V. Mashley. The ENIAC was 30 to 50 feet long, weighed 13 tons, contained 80,000 vacuum tubes and 70,000 resistors, 10,000 capacitors, and required 150,000 watts of electricity. First generation computer were too bulky in size, required large room for installation, and used to emit large amount of heat. Consequently, air conditioner was must for the proper working of computers. Before ENIAC was completed, von Neumann designed the electronic discrete variable automatic computer, which a memory to hold both stored program as well as data. Eckert and Mashley later developed the first commercially successful computer, the Universal Automatic Computer UNIVAC in 1952. Guys, എന്ന് പറഞ്ഞാൽ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ നിർമ്മിച്ചത് വാക്വം ട്യൂബുകൾ ഉപയോഗിച്ചായിരുന്നു. ഈ തലമുറയിലാണ് സ്റ്റോർഡ് പ്രോഗ്രാം എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത്. ഒരു അടച്ച ട്യൂബിലെ ശൂന്യതയിലൂടെ വൈദ്യുതി നിയന്ത്രിക്കുന്ന ഉപകരണമാണ് വാക്വം ട്യൂബ്. ഈ സിലിണ്ടർ ആകൃതിയിലുള്ള ട്യൂബ് സുതാര്യമായ ഗ്ലാസ് കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഇത് ഇവിടെ ഇൻപുട്ട് നടത്തിയിരുന്ന പഞ്ചഡ് കാർഡും പേപ്പർ ടേപ്പും ഉപയോഗിച്ചായിരുന്നു. കൂടാതെ ഔട്ട്പുട്ട് പ്രിൻ്റ് നൽകിയിരുന്നു. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറായ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ഈ തലമുറയിൽ ഉൾപ്പെടുന്നത്. ENIAC നിർമ്മിച്ചത് J. പ്രൊസ്പറും ഇക്കോട്ടും ജോൺ വി മഷ്ലിയും ചേർന്നാണ്. ഈ യന്ത്രത്തിന് 30-50 ഫീറ്റ് ഉയരവും 30 ടൺ ഭാരവും ഉണ്ടായിരുന്നു. 18,000 വാക്വം ട്യൂബുകളും 70,000 റെസിസ്റ്ററുകളും 10,000 കപ്പാസിറ്ററുകളും ഈ യന്ത്രത്തിൽ ഉപയോഗിച്ചിരുന്നു. 150,000 വാട്ട് വൈദ്യുതി ഈ യന്ത്രം ഉപയോഗിച്ചിരുന്നു. ആദ്യ തലമുറയിലെ കമ്പ്യൂട്ടർ വളരെ വലിപ്പമുള്ളവയായിരുന്നു. ഇവ സ്ഥാപിക്കാൻ വലിയ മുറികൾ ആവശ്യമായിരുന്നു. ഉയർന്ന താപം പുറത്തുവിടുന്നത് കാരണം എയർ കണ്ടീഷൻ ഇതിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിരുന്നു. ENIAC നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വോൺ ന്യൂമൺ എന്ന ശാസ്ത്രജ്ഞൻ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ EDVAC എന്ന മറ്റൊരു യന്ത്രം നിർമ്മിച്ചു. ഈ യന്ത്രത്തിൽ ഡാറ്റയും പ്രോഗ്രാമും ശേഖരിച്ചു വയ്ക്കുവാനുള്ള മെമ്മറി ഉണ്ടായിരുന്നു. പിന്നീട് 1952 ഇക്കോട്ടും മോഷ്ലിയും ചേർന്ന് നിർമ്മിച്ച യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ UNIVAC കമ്പ്യൂട്ടർ ചരിത്രത്തിലെ ഒരു വ്യാവസായിക വിജയമായിരുന്നു. ഗൈസ്, അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇതാണ് ഗൈസ് വാക്വം ട്യൂബ് ENIAC. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ വോൺ ന്യൂമൺ ആർക്കിടെക്ചർ. വോൺ ന്യൂമൺ ആർക്കിടെക്ചറിനെ പറ്റി കുറേ പറയാനുണ്ട് ഗൈസ്. ആദ്യം വോൺ ന്യൂമൺ ആർക്കിടെക്ചർ തുടങ്ങാം. The mathematician John Wieman conceived a computer architecture which forms the core of nearly every computer system in use today. This architecture, known as
വോൺ ന്യൂമൻ ആർക്കിടെക്ചർ consists of central processing unit CPU and containing arithmetic logic unit ALU and control unit CU, input output unit and memory for storing data instruction. This model implemented stored program concept in which the data and the instruction are stored in the memory. എന്ന് പറഞ്ഞാൽ ഗായ്സ്, ജോൺ വോൺ ന്യൂമൻ എന്ന ഗണിതശാസ്ത്രജ്ഞനാണ് ഇന്ന് ഉപയോഗത്തിലുള്ള കമ്പ്യൂട്ടറിൻ്റെ രൂപഘടന ആദ്യമായി നിർമ്മിച്ചത്. ഈ മാതൃക വോൺ ന്യൂമൻ രൂപഘടന എന്ന പേരിൽ പ്രസിദ്ധമായി. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും അടങ്ങിയ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, ഡാറ്റയും നിർദ്ദേശവും ശേഖരിക്കുന്നതിനുള്ള സ്റ്റോറേജ് യൂണിറ്റ് എന്നിവ ഉൾപ്പെട്ടതാണ്. ഈ മാതൃക ഇതിൽ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഉപയോഗിച്ചിരുന്നു. അതായത് ഡാറ്റയും പ്രോഗ്രാമും മെമ്മറിയിൽ ശേഖരിച്ച ശേഷമാണ് പ്രോസസ്സിംഗ് നടന്നിരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ പറയാം. The mathematician John von Neumann conceived a computer architecture which forms the core of nearly every computer system in use today. This architecture, known as von Neumann architecture, consists of the central processing unit CPU containing arithmetic logic unit ALU and control unit CU, input output unit and memory for storing data and instruction. This model implements the stored program concept in which the data and the instruction are stored in the memory. അപ്പോൾ എന്ന് പറഞ്ഞാൽ ജോൺ വൺ ന്യൂമൻ എന്ന ഗണിതശാസ്ത്രജ്ഞനാണ് ഇന്ന് ഉപയോഗത്തിലുള്ള കമ്പ്യൂട്ടറിൻ്റെ രൂപഘടന ആദ്യമായി നിർമ്മിച്ചത്. ഈ മാതൃക വോൺ ന്യൂമൻ രൂപഘടന എന്ന പേരിൽ പ്രസിദ്ധമായി. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും അടങ്ങിയ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണിത്. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, ഡാറ്റയും നിർദ്ദേശവും ശേഖരിക്കുന്നതിനുള്ള സ്റ്റോറേജ് യൂണിറ്റ് എന്നിവ ഉൾപ്പെട്ടതാണ് ഈ മാതൃക. ഇതിൽ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഉപയോഗിച്ചിരുന്നു. അതായത് ഡാറ്റയും പ്രോഗ്രാമും മെമ്മറിയിൽ ശേഖരിച്ച ശേഷമാണ് പ്രോസസ്സിംഗ് നടന്നിരുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് ഗായ്സ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് എനിക്ക് ടീച്ചർമാരോട് ചോദിക്കണം ഗായ്സ്, അടുത്ത എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിന്. അപ്പോൾ ഇനി ഇതും കൂടെ നമുക്ക് നോക്കാം ഗായ്സ്. In 1943, the British developed a secret code-breaking computer called Colossus to decode German messages. It was designed using vacuum tubes by engineer Tommy Flowers. The Colossus' impact on the development of the computer industry was rather limited for two important reasons. First, Colossus was not general purpose. Computer was only designed to decode secret messages. Second, the existence of machine was kept secret until 1917. This deprived most of this involved way with Colossus of credit for their pioneering advancement in electronic digital computing. എന്ന് പറഞ്ഞാൽ 1943 ബ്രിട്ടീഷുകാർ കൊളോസസ് എന്ന പേരിൽ ജർമ്മൻ ഭാഷയിലെ സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യാൻ ഒരു രഹസ്യ കോഡ് ബ്രേക്കിംഗ് കമ്പ്യൂട്ടർ നിർമ്മിച്ചു. ടോമി ഫ്ലവേഴ്സ് എന്ന എഞ്ചിനീയർ വാക്കൻ ട്യൂബ് ഉപയോഗിച്ചായിരുന്നു ഈ യന്ത്രം നിർമ്മിച്ചിരുന്നത്. കൊളോസിസ് കമ്പ്യൂട്ടറിൻ്റെ വളർച്ചയിൽ കാര്യമായി സംഭാവന ചെയ്യാൻ കഴിയാത്തതിന് രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒന്നാമതായി, ഇത് രഹസ്യ സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. രണ്ടാമതായി 1970 വരെ ഇങ്ങനൊരു യന്ത്രമുണ്ടെന്ന വിവരം രഹസ്യമായി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൊളോസിസ് പ്രശസ്തി ലോകം അറിയപ്പെടാതെ പോവുകയും ഇതിൻ്റെ രൂപകൽപ്പനയിൽ പങ്കാളികളായിരുന്ന വ്യക്തികളുടെ സംഭാവനകൾ പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. In 1943, the British developed a secret code-breaking computer called Colossus to decode German messages. It was designed using vacuum tubes by engineering Tommy Flowers. The Colossus' impact on the development of the computer industry was rather limited for two important reasons. First, Colossus was not general purpose computer. It was only designed to decode secret messages, sounds, and extents of the machine was kept secret until 1970. This deprived most thus involved with Colossus credit for their pioneering advancement in electronic digital computing. എന്ന് പറഞ്ഞാൽ 1943 ബ്രിട്ടീഷുകാർ കൊളോസസ് എന്ന പേരിൽ ജർമ്മൻ ഭാഷയിലെ സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യാൻ ഒരു രഹസ്യ കോഡ് ബ്രേക്കിംഗ് കമ്പ്യൂട്ടർ നിർമ്മിച്ചു.
ടോമി ഫ്ലവേഴ്സ് എന്ന എഞ്ചിനീയർ വാക്കൻ ട്യൂബ് ഉപയോഗിച്ചിരുന്നു ഈ യന്ത്രം നിർമ്മിച്ചിരുന്നത്. കൊളോസസിന് കമ്പ്യൂട്ടറിൻ്റെ വളർച്ചയിൽ കാര്യമായ സംഭാവന ചെയ്യാൻ കഴിയാത്തതിന് 2 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഒന്നാമതായി ഇത് രഹസ്യ കോഡിംഗ് ഡീകോഡ് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. രണ്ടാമതായി 1970 വരെ ഇങ്ങനൊരു യന്ത്രമുണ്ടെന്ന വിവരം രഹസ്യമായി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൊളോസസിൻ്റെ പ്രശസ്തി ലോകം അറിയപ്പെടാതെ പോവുകയും ഇതിൻ്റെ രൂപകൽപ്പനയിൽ പങ്കാളികളായിരുന്ന വ്യക്തികളുടെ സംഭാവനകൾ പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്തു ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ വെച്ച് നിർത്തുവാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ, പിന്നെ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഇതെല്ലാവർക്കും സിമ്പിളാണ് ഗൈസ്, പക്ഷെ കുറച്ചുകൂടി ബൈഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഗൈസ്. അർത്ഥം മനസ്സിലാക്കണം ഗൈസ്. അർത്ഥം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഞാൻ അർത്ഥം പറഞ്ഞതെല്ലാവരും നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇനി പറയാനുള്ളത്, ഇനി നാളെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. എനിക്ക് ഇന്ന് കടയിൽ ഇച്ചിരി പണിയുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞായിരുന്നു പഠിത്തവും വർക്കും കൂടെ ഒരുമിച്ച് ഞാൻ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഇന്ന് എനിക്ക് വൈകുന്നേരം കടയിൽ പോകണം. ഇപ്പോൾ സമയം വൈകുന്നേരം ആയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നാളത്തെ വീഡിയോ നമുക്ക് അടുത്ത സെക്ഷൻ തൊട്ട് തുടങ്ങാം. അല്ലെങ്കിൽ നാളെ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയത്തില്ല. കടയിൽ രാവിലെ വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും ഗൈസ്. അത് കഴിഞ്ഞിട്ടേ വന്ന് വീഡിയോ ഇടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നാളെ കാണാം.